ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, ഫെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിഹ്നം ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിൽ 1000 വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് പത്മനാഭൻ. പ്രധാന അഞ്ചലിലെ റവന്യൂ ജില്ലാ കലോത്സവം നാടിന്റെ ഉത്സവമായി മാറുന്നു. രാത്രികാല മത്സരങ്ങളിൽ ജനപങ്കാളിത്തം വർദ്ധിച്ചു. പ്രതിഭകളുടെ മികച്ച പ്രകടനങ്ങൾ ആസ്വാദകർക്ക് കുളിർമഴയായി. പത്തനാപുരം KSRTC ഡിപ്പോയിൽ നിന്നും കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലേക്കുള്ള സർവീസ് നിർത്തലാക്കിയതിൽ പ്രതിഷേധം വ്യാപകം. ഉന്നത ജനപ്രതിനിധികളുടെ ഇടപെടലാണ് സർവീസ് നിർത്താൻ കാരണമായതെന്നാണ് ആക്ഷേപം. നെടുങ്ങല്ലൂർ പച്ച സ്വാഭാവിക വനമായി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി സംരക്ഷണ ദിനാഘോഷം സംഘടിപ്പിക്കും. വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആഘോഷം. വാർത്തകൾ വിശദമായി. അഞ്ചലിൽ റവന്യൂ ജില്ലാ കലോത്സവം അഞ്ചലിന് ഉത്സവമായി മാറുകയാണ്. വൻ ജനകീയ പങ്കാളിത്തമാണ് രാത്രി വൈകിയും നടക്കുന്ന മത്സര ഇനങ്ങളിൽ ഉണ്ടാകും. ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് അഞ്ചലിലെ 57ാമത് റവന്യൂ കലോത്സവ വേദി. രാത്രി വളരെ വൈകിയും നൃത്തവേദികൾ സജീവമാവുകയാണ്. ജനങ്ങൾക്ക് സീറ്റുകൾ പോലും കിട്ടാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ ജനങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങിയ ഒരു കലോത്സവമായി മാറുകയാണ് അഞ്ചലിൽ നടക്കുന്ന 57ാമത് റവന്യൂ കലോത്സവം. കലോത്സവ വേദിയിൽ നിന്നും അരുൺ ബാബുവിനോടൊപ്പം സുരേഷ് കുമാർ KB, ലൈവ് വാർത്ത. കൗമാര കലോത്സവത്തിൽ കേരള നടനം ആസ്വദിക്കുവാൻ കലാ ആസ്വാദകരുടെ തിരക്ക്. പ്രധാന വേദിയായ അഞ്ചൽ ഈസ്റ്റ് ഹൈസ്കൂളിലാണ് വൻ തിരക്ക് അനുഭവപ്പെട്ടത്. പ്രധാന വേദിയായ അഞ്ചൽ ഈസ്റ്റ് ഹൈസ്കൂളിലാണ് ആസ്വാദകരുടെ തിരക്ക് അനുഭവപ്പെട്ടത്. ഡാൻസ് മത്സരങ്ങൾക്ക് മാത്രമാണ് ജനപങ്കാളിത്തം ഉണ്ടായത്. മറ്റു വേദികളിലാകട്ടെ വെള്ളിയാഴ്ച ജനപങ്കാളിത്തം തീരെ കുറവായിരുന്നു. പ്രധാന വേദിയിൽ ഡാൻസ് മത്സരങ്ങൾ അരങ്ങേറിയത് മൂലം ഇവിടെ മാത്രമാണ് കാര്യമായ പങ്കാളിത്തം ഉണ്ടായത്. മറ്റു വേദികളിലാകട്ടെ ഒഴിഞ്ഞ കസേരകളെ സാക്ഷിയാക്കിയാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. പ്രധാന വേദിയിൽ നടന്ന കേരള നടന മത്സരം പൊതുവെ നല്ല നിലവാരം പുലർത്തുകയും ചെയ്തു.
ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാനത്ത് ആദ്യമായി കലോത്സവ വിജയികൾക്ക് ട്രോഫിയും ഫോട്ടോ പതിച്ച ഫലകവും നൽകി ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ മാതൃകയാവും. വ്യക്തിഗത ഇനങ്ങളിലെ 1ാം സ്ഥാനക്കാർക്കാണ് അസോസിയേഷൻ ഉപഹാരങ്ങൾ നൽകുന്നത്. ആദ്യമായാണ് കലോത്സവത്തിൽ ഇത്തരത്തിൽ ട്രോഫികൾ സമ്മാനിക്കുന്നത്. ഫലപ്രഖ്യാപനം കഴിയുമ്പോഴേക്കും ട്രോഫികളും റെഡിയാകും. ഇതിനായി മീഡിയ റൂമിന് സമീപം ഓഫീസ് സൗകര്യവും അസോസിയേഷൻ ഒരുക്കിയിട്ടുണ്ട്. വരും കലോത്സവങ്ങളിലും പ്രതിഭകൾക്ക് ആവേശം പകരാൻ ട്രോഫികൾ സമ്മാനിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് വ്യക്തിഗതമായിട്ടുള്ള ട്രോഫികൾ നൽകുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേസമയം മത്സരിച്ച് വിജയിച്ച് വരുന്ന കുട്ടികൾക്ക് ആ സമയം തന്നെ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ, ഡിജിറ്റൽ സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുത്ത് ആ ഇനവും വ്യക്തിയുടെ ഫോട്ടോയും ഉൾപ്പെടെയുള്ള പ്രിന്റ് ചെയ്ത ഫലകം നമ്മൾ 1ാം സമ്മാനം വിജയിച്ച കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് സ്വന്തമായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. മറ്റേ റോളിംഗ് ട്രോഫി അല്ലാതെ കൊടുക്കുന്നത് അടുത്ത വർഷം തിരികെ കൊണ്ടുവരുന്നത്. അങ്ങനെ വ്യക്തിഗത ട്രോഫി ഫോട്ടോ പതിച്ചു കൊടുക്കുന്നത് കേരള ചരിത്രത്തിൽ തന്നെ കലോത്സവ വേദികളിൽ ആദ്യമായിട്ടായിരിക്കും. കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷനാണ് ഈ വർഷം ട്രോഫി എടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൗമാര കലോത്സവം 3 ദിവസം പിന്നിടുമ്പോൾ വേദികളിൽ പ്രതിഭകളുടെ മികച്ച പ്രകടനങ്ങൾ ആസ്വാദകർക്ക് കുളിർമഴയായി. ആനുകാലിക സംഭവങ്ങളാണ് മേളയിൽ മുഖ്യ വിഷയങ്ങളാവുന്നത്. നാടകം, മിമിക്രി, മോണോ ആക്ട് മത്സരങ്ങളാണ് കലാസ്വാദകരെ പിടിച്ചിരുത്തിയത്. പൊതുവെ നല്ല നിലവാരം പുലർത്തിയ മത്സരങ്ങളാണ് ഈ വിഭാഗങ്ങളിൽ അരങ്ങേറിയത്. ചില വേദികളിൽ പ്രതിഭകളുടെ മിന്നലാട്ടങ്ങൾ ആസ്വാദകർക്ക് കുളിർമഴയായി. ആനുകാലിക സംഭവ വികാസങ്ങൾ വളരെ തന്മയത്വത്തോടെ വരച്ചു കാട്ടിയ നാടക മത്സരങ്ങൾ ശ്രദ്ധേയമായി. സ്ത്രീ സുരക്ഷയും മാലിന്യ പ്രശ്നങ്ങളുമെല്ലാം നാടകങ്ങളിൽ മുഖ്യ വിഷയങ്ങളായി. മിമിക്രിയും മോണോ ആക്ടുമെല്ലാം പുതുമകൾ കൊണ്ട് ശ്രദ്ധേയമായി. എന്നാൽ സംസ്കൃതോത്സവത്തിലും അറബി കലോത്സവത്തിലും പ്രതീക്ഷിച്ച തരത്തിൽ ജനപങ്കാളിത്തം ഉണ്ടായില്ല. മത്സരാർത്ഥികളും രക്ഷിതാക്കളും ചുരുക്കം ചില അധ്യാപകരും മാത്രമാണ് വേദികളിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പത്തനാപുരം KSRTC ഡിപ്പോയിൽ നിന്നും കാട്ടിൽ മേക്കൽ ക്ഷേത്രത്തിലേക്കുള്ള ബസ് സർവീസ് നിർത്തലാക്കിയതിൽ പ്രതിഷേധം ശക്തം. ഉന്നത ജനപ്രതിനിധികളുടെ ഇടപെടലിനെ തുടർന്നാണ് സർവീസ് നിർത്തലാക്കിയതെന്ന് ആരോപണവുമായിരുന്നു. തകർച്ചയിലായ KSRTCയെ സംരക്ഷിക്കുന്നതിനായി ജനത്തിരക്കേറിയ പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പത്തനാപുരം KSRTC ഡിപ്പോയിൽ നിന്നും ചവറ കാട്ടിൽമേക്കൽ ക്ഷേത്രത്തിലേക്ക് സർവീസ് ആരംഭിച്ചത്. ജനുവരി 1 സർവീസ് ആരംഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സർവീസ് നിർത്തുകയായിരുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ ഇടപെടൽ മൂലമാണ് സർവീസ് നിർത്തിയതെന്ന ആരോപണം ശക്തമാകുന്നുണ്ട്. പത്തനാപുരത്ത് നിന്ന് പട്ടാഴി, ഏനാത്ത്, കുളക്കട, മാവടി, പുത്തൂർ, ഭരണിക്കാവ്, ശാസ്താംകോട്ട വഴി ചവറ കാട്ടിൽമേക്കൽ ക്ഷേത്രത്തിലേക്കായിരുന്നു സർവീസ്. ബസ് തുടർന്ന് കരുനാഗപ്പള്ളി വഴി ഓച്ചിറ ക്ഷേത്രത്തിലെത്തും. പിന്നീട് വീണ്ടും കാട്ടിൽമേക്കൽ ക്ഷേത്രത്തിലെത്തി പത്തനാപുരത്തേക്ക് മടങ്ങുന്ന രീതിയിലായിരുന്നു സമയക്രമീകരണം. ഇത് ഭക്തജനങ്ങൾക്ക് ഏറെ ഗുണപ്രദവുമായിരുന്നു. പൊതുവെയുള്ള കളക്ഷനിൽ വളരെ ഉയർന്ന കളക്ഷനാണ് ഈ സർവീസിന് ലഭിച്ചിരുന്നത്. 8600 രൂപ വരെ സർവീസിന് കളക്ഷൻ ലഭിച്ചിരുന്നു. ഈ സർവീസാണ് ചില ജനപ്രതിനിധികളുടെ ഇടപെടൽ മൂലം നിർത്തേണ്ടി വന്നത്. ATOയെയും കൺട്രോളിംഗ് ഇൻസ്പെക്ടറെയും വീട്ടിൽ വിളിച്ചു വരുത്തി ജനപ്രതിനിധി ശകാരിച്ചതായും ചില KSRTC വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ജനങ്ങൾക്കും KSRTCക്കും ഒരുപോലെ ഗുണപ്രദമായ സർവീസാണ് ചില സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി ബലി കഴിക്കേണ്ടി വന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകര, പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽ വർക്കുകൾ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസി കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു.
ആൻസി കാറ്ററിംഗ് സർവീസ് മഞ്ഞമൺകാല പുനലൂർ. ഫോൺ 9388709485. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ആൻഡ് ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. തെന്മല ഫോറസ്റ്റ് ഡിവിഷനിൽ ആനപ്പെട്ടക്കോങ്കൽ വനാതിർത്തിയിൽപ്പെട്ട നെടുങ്ങല്ലൂർ പച്ച സ്വാഭാവികവനമായി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി സംരക്ഷണ ദിനാഘോഷം സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് നടന്നത്. ആനപ്പെട്ടകോങ്കലിന്റെ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെ വനാന്തരത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ആ പ്രദേശങ്ങളിലെ കാലാവസ്ഥയെയും പരിസ്ഥിതിയെയും ഒക്കെ ഒരു കാലത്ത് സ്വാധീനിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു. മഴയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് വന്യമൃഗങ്ങളുടെ സങ്കേതം എന്നുള്ള നിലയിലും വളരെയധികം വന്യമൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒരേപോലെ പ്രയോജനകരമായിരുന്ന ആ പ്രദേശം 60-70 കാലഘട്ടത്തെ കൂപ്പ് വെട്ടിനകത്ത് അതും വെട്ടി ആ പ്രദേശം ഇല്ലാതായി. അവിടെ മറ്റ് പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന പോലെ യൂക്കാലിപ്സും അക്കേഷ്യയും മാഞ്ചിയും തേക്കും ഒക്കെ പ്ലാന്റ് ചെയ്തെങ്കിലും അതൊന്നും അവിടെ വളർന്നു വരാൻ വന്യമൃഗങ്ങൾ സമ്മതിച്ചില്ല. ഒടുവിൽ 10-40 വർഷത്തിങ്ങനെ വെറുതെ കിടന്നത് മൂലം അവിടെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമമുണ്ടായി, മഴ പെയ്യാതായി, കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമായി. ഇതെല്ലാം കണ്ടുകൊണ്ട് ആനപ്പെട്ടകോങ്കൽ നിവാസികളായ ആളുകൾ സംഘടിച്ച് വീണ്ടും പഴയപടിയിൽ ഈ വനപ്രദേശത്തെ നിത്യഹരിതമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 5 വർഷമായി ഒരു യാത്ര, നെടുങ്ങല്ലൂർ പച്ച യാത്ര എന്നുള്ള പേരിൽ ജനുവരി മാസം 2-ാം ഞായറാഴ്ച പതിവായി നടത്തി വരികയാണ്. തുടക്കത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ യാത്രയോട് അത്ര താല്പര്യമില്ലായിരുന്നെങ്കിലും ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുമായി സഹകരിച്ച് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജനങ്ങളും കൂടെ ചേർന്നുള്ള ഒരു സംയുക്ത പരിപാടിയായിട്ടാണ് ഇത് നടത്തപ്പെടുന്നത്. നെടുങ്ങല്ലൂർ പച്ച സംരക്ഷണ സമിതി ഇക്കഴിഞ്ഞ ദിവസം തെന്മലയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജനുവരി 8 ഞായറാഴ്ച വനം വകുപ്പിന്റെ കൂടി സഹകരണത്തോടെ നെടുങ്ങല്ലൂർ പച്ച യാത്ര, കാട്ടുതീ പ്രതിരോധ ബോധവൽക്കരണ സെമിനാർ, പൊതുസമ്മേളനം, വിദ്യാർത്ഥികൾക്ക് ചിത്രരചനാ മത്സരം എന്നിങ്ങനെ വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തതായും സമിതി ഭാരവാഹികൾ അറിയിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മനുഷ്യർ അധിവസിക്കുകയും സ്വാഭാവിക വനവുമായിരുന്ന നെടുങ്ങല്ലൂർ പച്ച 60-70 കാലഘട്ടത്തിൽ മരങ്ങൾ മുറിച്ച് യൂക്കാലിപ്റ്റസ്,
മാഞ്ചിയം, തേക്ക് എന്നിവ നടുകയും നിത്യഹരിത വനം ഇല്ലാതാവുകയും ചെയ്തു. നെടുങ്ങല്ലൂർ പച്ചയെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാകണമെന്നും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും സംരക്ഷണ സമിതി ചെയർമാനുമായ AT ഫിലിപ്പ് പറഞ്ഞു. ഒപ്പം വനം വകുപ്പ് മന്ത്രി പ്രദേശം നേരിൽ കാണുകയും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംരക്ഷണ സമിതി ചെയർമാൻ AT ഫിലിപ്പിനൊപ്പം സമിതി കൺവീനർ V അശോകൻ, V ജയദേവൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. തിരുവനന്തപുരം RCCയെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുന്നതിന് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത തീരുമാനത്തിനെതിരെ ഡോക്ടർമാരുടെ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ക്യാൻസർ ചികിത്സ അന്താരാഷ്ട്ര മാതൃകയിൽ നടപ്പാക്കുന്നതിനു വേണ്ടി ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം RCCയിൽ മൾട്ടി ഡിസിപ്ലിനറി ട്യൂമൻ ബോർഡ് രൂപീകരിക്കുന്നതിനെതിരെ ക്യാൻസർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ ജീവനം എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്വാഗതം ചെയ്തു. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം RCCയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്ന ഗവൺമെന്റ് തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം ഡോക്ടർമാർ നടത്തുന്ന പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ജീവനം ജനറൽ സെക്രട്ടറി ബിജു തുണ്ടിൽ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ക്യാൻസർ ചികിത്സയ്ക്ക് പ്രത്യേക ബോർഡ് രൂപീകരിക്കാനുള്ള സർക്കാർ തീരുമാനം സ്വാഗതാർഹം. ക്യാൻസർ ചികിത്സ അന്താരാഷ്ട്ര മാതൃകയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം RCCയിൽ മൾട്ടി ഡിസിപ്ലിനറി ട്യൂമർ ബോർഡ് രൂപീകരിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ ജീവനം എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്വാഗതം ചെയ്യുന്നു. RCCയിൽ ഇപ്പോൾ എത്തുന്ന രോഗികളെ ഒരു ഡോക്ടർ മാത്രമാണ് പരിശോധിക്കുന്നത്. ഈ ബോർഡ് നിലവിൽ വന്നാൽ 4 ഡോക്ടർമാർ ഉൾപ്പെടുന്നതാണ് ഈ ബോർഡ്. ഇപ്പോൾ വളരെയധികം പ്രയോജനപ്രദമാണ് രോഗികൾക്ക്. അതേപോലെ തന്നെ ഓരോ രോഗിയുടെയും അതാത് ദിവസത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും ഈ ബോർഡിന് അധികാരമുണ്ട്. ഇപ്പോൾ ഇതിന്റെ പേരിൽ RCCയിലെ ഡോക്ടർമാർ ഒരു വിഭാഗം നടത്തുന്ന സമരം അനാവശ്യമാണ്. അതിൽ നിന്ന് അവർ പിന്മാറി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചലിൽ സിഗ്നൽ ലൈറ്റുകൾക്ക് ശാപമോക്ഷമായി. ഗതാഗത കുരുക്കിനും ഇതുമൂലം പരിഹാരമായി. നമ്മൾ ഒരു പ്രൈവറ്റ് ഏജൻസിയെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ച് നന്നാക്കുന്ന ഒരു പ്രവർത്തനം കഴിഞ്ഞ 2-3 മാസക്കാലമായി നടക്കുകയായിരുന്നു. അതിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് കഴിഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. കുറേ നാളുകളായി അവിടെ ഒട്ടനവധി ആക്സിഡൻറ്റും എല്ലാം നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഓറോ ജംഗ്ഷനിൽ എല്ലാ വാഹനങ്ങളെല്ലാം രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും വളരെ കൺജഷനായ ഒരു ജംഗ്ഷനാണ് അത്. ആ സംവിധാനം വീണ്ടും വിചിന്തനം ചെയ്തുകൊണ്ട് നന്നാക്കി അത് പ്രവർത്തനം ആരംഭിച്ചതിൽ അഞ്ചൽ പഞ്ചായത്ത് സമിതിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. 2011 11 മാസം സക്കീർ ഹുസൈൻ പ്രസിഡന്റായ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകൾക്ക് അധികകാലം പ്രവർത്തിക്കാനുള്ള യോഗമുണ്ടായില്ല. അധികകാലം കഴിയുന്നതിന് മുന്നേ ലൈറ്റുകൾ കണ്ണടച്ചു. തുടർന്നു വന്ന ഭരണസമിതി യാതൊന്നും ചെയ്തിട്ടില്ല. ഇതുമൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കും അപകടങ്ങളും ലൈവ് വാർത്ത നിരന്തരം റിപ്പോർട്ട് ചെയ്യുകയും പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്വകാര്യ ഏജൻസി ഈ ലൈറ്റുകൾ സൌജന്യമായി ശരിയാക്കുകയും ചെയ്തു. ഇത് ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമായിട്ടുണ്ട്. ലൈവ് വാർത്ത, അഞ്ചൽ. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ വാഹന നികുതി കുടിശ്ശിക ഒഴിവാക്കുവാൻ മോട്ടോർ വാഹന വകുപ്പ് സൌകര്യമൊരുക്കും. മാർച്ച് 31 വരെയാണ് സൌകര്യം. ഇത് സംബന്ധിച്ച ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവ് RTO ഓഫീസുകൾക്ക് ലഭിച്ചു. 5 വർഷമോ അതിൽ കൂടുതലോ കാലയളവിലേക്ക് വാഹന നികുതി കുടിശ്ശിക ഉള്ളവർക്കാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ കുടിശ്ശിക അടയ്ക്കാൻ മോട്ടോർ വാഹന വകുപ്പ് അവസരമൊരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നടത്തിയ പദ്ധതി വൻ വിജയമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷവും പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 5 വർഷമോ അതിൽ കൂടുതലോ നികുതി കുടിശ്ശികയുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി വഴി നികുതി കുടിശ്ശിക അടയ്ക്കാൻ അവസരമുള്ളൂ. ഇവയിൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 5 വർഷത്തിൽ കൂടുതൽ എത്ര കുടിശ്ശികയുണ്ടെങ്കിലും അവസാന 5 വർഷത്തെ നികുതിയും അഡീഷണൽ ടാക്സും പലിശയും ഉൾപ്പെടെ അടച്ചു തീർക്കാൻ കഴിയും. ആകെത്തുകയുടെ 20% മാത്രമേ നികുതിയായി ഈടാക്കുകയുള്ളൂ. നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ഇത് 30%ആയിരിക്കും. എന്നാൽ വാഹനം രജിസ്റ്റർ ചെയ്ത ശേഷം നികുതി ഒന്നും അടച്ചിട്ടില്ലെങ്കിൽ ഈ സൌജന്യം അനുവദിക്കുകയില്ല. മോട്ടോർ വാഹന വകുപ്പിന് കോടിക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ കിട്ടാനുള്ളത് പിരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ RTO ഓഫീസുകളിൽ ലഭ്യമായി. കേരള സർക്കാരിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം മോട്ടോർ വാഹന വകുപ്പിൽ 1/7/2010 ശേഷമുള്ള കാലയളവിൽ നികുതി അടച്ചിട്ടില്ല എങ്കിൽ അത്തരം വാഹനങ്ങൾക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 30% ട്രാൻസ്പോർട്ട് വകുപ്പുകൾക്കും 20% നോൺ ട്രാൻസ്പോർട്ട് വകുപ്പുകൾക്കും നികുതി സ്വീകരിച്ചുകൊണ്ട് തീർപ്പ് കൽപ്പിക്കുന്നത്. ഈ പദ്ധതിയുടെ കാലാവധി 31/3/2017 അവസാനിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
പത്തനാപുരം കുന്നിക്കോട് മേഖലയിൽ അനധികൃത മണ്ണെടുപ്പും വയൽ നികത്തലും വ്യാപകം. അധികൃതരുടെ ഒത്താശയോടെയാണ് മണ്ണെടുപ്പ് നടത്തുന്നതെന്നാണ് ആക്ഷേപം. കിഴക്കൻ മേഖലയിൽ മണ്ണ് മാഫിയ പിടിമുറുക്കുന്നു. പ്രദേശത്തിന്റെ ഗ്രാമീണ മേഖലകളിലാണ് അനധികൃത മണ്ണെടുപ്പ് പൊടിപൊടിക്കുന്നത്. എന്നാൽ അന്വേഷണങ്ങൾക്കോ പരിശോധനകൾക്കോ തയ്യാറാകാതെ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇരുട്ടിൽ തപ്പുകയാണ്. കുന്നിക്കോട് മേഖലയിലെ ഇളമ്പൽ, കോട്ടവട്ടം, മരങ്ങാട്, പൈനാപ്പിൾ ജംഗ്ഷൻ, പത്തനാപുരം മേഖലയിൽ പിടവൂർ, മഞ്ചള്ളൂർ, പാടം, മാങ്കോട്, പുന്നല, ഇടത്തറ, കുണ്ടയം മേഖലകളിലാണ് മണ്ണെടുപ്പ് വ്യാപകമാകുന്നത്. ഇതിനു പുറമെ സമീപ ജില്ലകളിലേക്കും ഇവിടെ നിന്നും മണ്ണ് എത്തിക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ കുന്നുകൾ വ്യാപകമായി ഇടിച്ചു നിരത്തിയാണ് മണ്ണെടുപ്പ് നടക്കുന്നത്. മണ്ണ് കൂടുതലും നിക്ഷേപിക്കപ്പെടുന്നത് വയലുകളിലും കൃഷിയിടങ്ങളിലുമാണ് എന്നതാണ് സത്യാവസ്ഥ. മേഖലയിൽ രാത്രിയിലുള്ള പെട്രോളിംഗും ശക്തമല്ല. ഇതും മണ്ണെടുപ്പ് സംഘങ്ങൾക്ക് സഹായമാകുന്നുണ്ട്. വീട് വെക്കാനായിട്ടാണ് പലരും മണ്ണെടുക്കാനുള്ള അനുവാദം സർക്കാരിൽ നിന്നും വാങ്ങുന്നത്. തുടർന്ന് പരിധിയിൽ ഉൾപ്പെടുന്നതിലും അധികം സ്ഥലം മണ്ണിട്ട് നികത്തിയെടുക്കുന്നു. പലപ്പോഴും വയലുകൾ മിക്കതും മണ്ണിട്ട് നികത്തുന്നതോടെ സമീപത്തെ നീർച്ചാലുകളും ജലാശയങ്ങളും ഇല്ലാതാവുകയാണ് പതിവ്. എന്നാൽ ഇതിനെതിരെ യാതൊരു നടപടിക്കും അധികൃതർ തയ്യാറാകുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് മണ്ണിട്ട് നികത്തി കഴിഞ്ഞത്. പ്രദേശവാസികൾ നിരവധി തവണ വില്ലേജിലും പോലീസിലും പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. കഴിഞ്ഞ വർഷം കൊല്ലം റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അതും ഉണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ. അഞ്ചലിലെ റവന്യൂ ജില്ലാ കലോത്സവം നാടിന്റെ ഉത്സവമായി മാറുന്നു. രാത്രികാല മത്സരങ്ങളിൽ ജനപങ്കാളിത്തം വർദ്ധിച്ചു. പ്രതിഭകളുടെ മികച്ച പ്രകടനങ്ങൾ ആസ്വാദകർക്ക് കുളിർമഴയായി. പത്തനാപുരം KSRTC ഡിപ്പോയിൽ നിന്നും കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലേക്കുള്ള സർവീസ് നിർത്തലാക്കിയതിൽ പ്രതിഷേധം വ്യാപകം. ഉന്നത ജനപ്രതിനിധികളുടെ ഇടപെടലാണ് സർവീസ് നിർത്താൻ കാരണമായതെന്നാണ് ആക്ഷേപം. നെടുങ്ങല്ലൂർ പച്ച സ്വാഭാവിക വനമായി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി സംരക്ഷണ ദിനാഘോഷം സംഘടിപ്പിക്കും. വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആഘോഷം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ചാനൽ ലൈവ് ഒരുക്കുന്ന ക്ലാസിക്കൽ നൃത്ത റിയാലിറ്റി ഷോ വസന്തോത്സവം. ക്ലാസിക്കൽ നൃത്തത്തിൽ അഭിരുചിയുള്ള 17 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാം. രണ്ടാം ഘട്ട ഓഡിഷൻ പത്തനാപുരത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446547555 9446521555.